بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തെക്കുറിച്ചുള്ളൊരു ഗ്രാഹ്യത നമുക്ക് നിർബന്ധമാണ്. അത് വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും, വീട്ടുജോലി ചെയ്യുമ്പോഴാണെങ്കിലും, മണ്ണിൽ പണിയെടുക്കുമ്പോഴാണെങ്കിലും, തെങ്ങിൻ്റെ ചുവട് വാഴുമ്പോഴാണെങ്കിലും, കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും, ഏതൊരു ജോലിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധമായ കാര്യങ്ങൾ അറിയൽ നമുക്ക് നിർബന്ധമാണ്. നമ്മൾ ചെയ്യുന്ന ജോലികളിലെ ഏറ്റവും നല്ല ജോലി നിസ്കാരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും നല്ല പ്രവൃത്തി നിസ്കാരം. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല അമല് നിസ്കാരം. അത് ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നിടത്തേക്ക് തന്നെ എത്തണമെങ്കിൽ അതനുസരിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായേ പറ്റും. നമ്മുടെ പ്രായം കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്ക് അതിൻ്റെ അറിവിൻ്റെ തലങ്ങൾ കീഴടക്കുക എന്നത് സാന്ദർഭികമായി ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അപാകതകൾ, അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിക്കാൻ കഴിയും. ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വല്ലപ്പോഴും യാത്ര ഉണ്ടെങ്കിൽ ചേളാരിയിൽ സമസ്താലയത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ, സമസ്തയുടെ കാര്യങ്ങൾ ആരെങ്കിലും ഉസ്താദുമാരെ കാണാൻ കഴിഞ്ഞാൽ, ഞാനൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഒരു ഫാത്തിഹ ഉസ്താദ് അവറുകളെ, കാരി അബ്ദുൽ റസാഖ് ഉസ്താദിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഒന്ന് ഓതി കേൾപ്പിക്കും. കാരണം അതിലെന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആള് നമ്മുടെ ഗുരുനാഥനുമാണ്, അതുപോലെ തന്നെ തിരുത്തി തരാൻ കഴിയുന്ന ആളുമാണ്. എങ്കിൽ കുറവുകളുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. മരണം വരെ മുത്തഅല്ലിമാവ എന്നതാണ് മഹാന്മാരായ സുഫിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും ഒരു 10 കിതാബ് കയ്യിൽ വെച്ച് നടന്ന ഒരു മഹാനുണ്ടായിരുന്നു. പെരുമ്പാവൂര് വല്ലത്തിനടുത്ത് ഒരു സുഫിയായ മഹാൻ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആലപ്പുഴ ജില്ലയോട് അതിര് പങ്കിടുന്ന അരൂര്, ചന്ദ്രൂര് പോലെയുള്ള പഴയകാല ദറസുള്ള പഴയ മഹല്ലുകളിൽ പോയി ഈ മഹാപണ്ഡിതൻ കയ്യിൽ എപ്പോഴും ഒരു മുത്തഫരീദ് കയ്യിൽ വെക്കുമായിരുന്നു. 10 കിതാബിലെ ഒരു ചെറിയ കിതാബ്. എന്നിട്ട് അദ്ദേഹം, ആ മഹാപണ്ഡിതൻ, അവിടെ ദറസ് നടത്തുന്ന ആളെ കൊണ്ടതൊന്ന് ഓതി കേൾപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു മുത്തഅല്ലിമാണ് താൻ എന്ന ആ വേഷവും ആ സ്ഥാനവും നിലനിർത്തിക്കൊണ്ടുപോരാൻ ശ്രമിച്ചിരുന്നു. നമുക്കും മരണം വരെ വിദ്യാർത്ഥിയാവണം. ഇൽമു പഠിക്കുന്ന വഴിയിലായി ഒരാൾ മരിക്കുക എന്നത് സ്വർഗത്തിന്റെ വഴിയിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് പഠിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മദ്രസ തലങ്ങളിലുള്ള മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്നിടത്തും നമുക്ക് പലതും പഠിക്കാനുണ്ട്. അവരുടെ പാഠപുസ്തകങ്ങൾ വഴി നമുക്ക് പഠിക്കാനുണ്ട്. ഒഴിവ് സമയങ്ങളിൽ പണ്ഡിതന്മാരുമായി സമീപിക്കാൻ സാഹചര്യമുള്ള സഹോദരങ്ങൾക്ക് അത് പഠിക്കാനുള്ള വഴികൾ തേടണം. ഫിഖ്ഹ് കൃത്യമായി അറിയണം. ഫിഖ്ഹ് തന്നെ പഠിക്കണം. അല്ലാതെ യൂട്യൂബിൽ സുലഭമായി കാണുന്ന ഏതെങ്കിലും പ്രഭാഷണങ്ങൾ കേൾക്കൽ മാത്രമല്ല. ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കർമ്മം പഠിക്കണമെങ്കിൽ ആ കർമ്മത്തെ കർമ്മശാസ്ത്രം പഠിക്കണം. കർമ്മശാസ്ത്രത്തിന്റെ അറബിയാണ് ഫിഖ്ഹ്. ഫിഖ്ഹ് പഠിച്ചേ പറ്റും. അള്ളാഹു ഒരു മനുഷ്യനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അള്ളാഹു ഫിഖ്ഹ് പണ്ഡിതനാക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിഖ്ഹ് പണ്ഡിതനാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഫിഖ്ഹ് അറിയാവുന്ന ആൾ കൂടെ ഉണ്ടെങ്കിൽ അയാളെ മുന്നിൽ നിർത്തി ഇമാമായി നിശ്ചയിക്കണമെന്നാണ്. ഏറ്റവും ഫിഖ്ഹ് അറിയാവുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഫിഖ്ഹ് അറിയുന്ന സ്വഹാബിയായിരുന്നു. അഫ്ഖഹു കാന അഫ്ഖഹ മിന്നാ എന്ന് തന്നെ ഹദീസിൽ കാണാം. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫിഖ്ഹ് അറിയുന്ന ആളായിരുന്നു. ഫിഖ്ഹ് അറിഞ്ഞേ പറ്റൂ. കർമ്മശാസ്ത്രം സാന്ദർഭികമായി പറയാണ്, നമ്മുടെ ഇടയിൽ ഫിഖ്ഹ് അന്യം പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ഫിഖ്ഹ് കൈകാര്യം ചെയ്യുന്നത് മദ്രസ തലങ്ങളിലുള്ള ആ ഒരു രംഗം തന്നെ നോക്കൂ. 7ാം ക്ലാസ് വരെ മദ്രസയിലെ ആദ്യത്തെ 7 വർഷം ഫിഖ്ഹ് ഒരു വിദ്യാർത്ഥി കൈകാര്യം ചെയ്തു വന്നാൽ
ഫിഖ്ഹിന്റെ ആദ്യ പാർട്ട്, അതായത് ഹജ്ജ് പോലെയുള്ള സദഖ, സക്കാത്ത്, റമദാനിലെ നോമ്പ് പോലെയുള്ള നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ആദ്യ പാർട്ടേ കഴിയൂ 7ാം ക്ലാസ് വരെ. ഫിഖ്ഹ് 4 പാർട്ടാണ്. 1 ഇബാദാത്ത്, 2 മുആഖദാത്ത്, 3 മുനാക്കഹാത്ത്, 4 ജിനായാത്ത്. വേഗം പറയാം. ഇബാദാത്ത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലെയുള്ള കാര്യങ്ങൾ ഇബാദാത്ത്, കേട്ടറിയാലോ ഇബാദത്തുകൾ. 2 മുആഖദാത്ത് ഇടപാടുകൾ. അതിൽ ചർച്ച ചെയ്യുന്നതാണ് പണയം, വായ്പ, അതുപോലെ തന്നെ കടമിടപാട്, വക്കാലത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് മുആഖദാത്ത്, ഇടപാടുകൾ, കച്ചവടം, വാങ്ങൽ, വിൽക്കൽ പോലുള്ള കാര്യങ്ങൾ. അത് ഫിഖ്ഹാണ്. അത് നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല അങ്ങനെ ഫിഖ്ഹിലൊന്നുണ്ട് എന്നത്. അത് ചർച്ച തുടങ്ങുന്നത് 7 കഴിഞ്ഞ ശേഷമായിരിക്കും മിക്കവാറും. ഒരു കുട്ടി എത്ര ക്ലാസ് വരെ മദ്രസയിൽ പോകുന്നുണ്ട്? ഫിഖ്ഹിന്റെ ആദ്യ പാർട്ട് നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ 7 ക്ലാസ് വരെ, ആദ്യത്തെ 7 വർഷം ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ. സിലബസിന്റെ ഒരു രീതി അതാണ്. അത്രയും പറഞ്ഞിട്ട് അത്രയല്ല, അതിൽ കൂടുതൽ പറയാനുണ്ട്. ഇതെത്ര പറയാനുണ്ട്, അത്രയും പറയാനുണ്ട്. അതിനുശേഷമുള്ളത് 3 പാർട്ട്. പക്ഷെ കുട്ടിയെ കിട്ടാനില്ല. പിന്നെ 3ാമത്തെ പാർട്ടാണ് മുനാക്കഹാത്ത്, വിവാഹ മോചന നിയമങ്ങൾ, കുടുംബജീവിതം. അതൊക്കെ പറയുന്നത് ഫിഖ്ഹാണ്. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കല്, ഭാര്യയുടെ കടമകൾ, ഭർത്താവിന്റെ കടമകൾ, ത്വലാഖ്, ഇദ്ദ, ഖുൽഅ്, ഫസ്ഖ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി അതൊരു പാർട്ട് തന്നെ. നമ്മൾ കാണലേ കേൾക്കലേ ഇല്ല അങ്ങനൊന്നും. എന്നാലും മദ്രസ തലങ്ങളിൽ ഏതോ 1-2 വർഷങ്ങളിൽ ചില കിതാബുകളിൽ അത് പരാമർശിച്ച് പോകുന്നുണ്ട്, ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നു. 4ാമത്തെ ജിനായാത്ത്, ഇസ്ലാമിക സിവിൽ ക്രിമിനൽ നിയമങ്ങൾ. കട്ടാൽ കയ്യ് അങ്ങനെ തുടങ്ങുന്ന, കണ്ടാൽ സലാം പറയാം പോലുള്ള കാര്യങ്ങളൊക്കെ. ആരോട് സലാം പറയണം, ആരായിട്ട് സലാം പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. കയ്യേറ്റം, അക്രമം, ളുൽമ് പോലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പറയുന്ന ഫിഖ്ഹിന്റെ 4ാം പാർട്ട് ജിനായാത്തിലാണ്. ഒരു വിദ്യാർത്ഥിനി പ്രായപൂർത്തിയാകലോടുകൂടെ മിക്കവാറും മദ്രസ തലം നിർത്താണ്. എന്തുകൊണ്ട്? അതെന്തൊക്കെയോ കാര്യങ്ങൾ, അവ്യക്തമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. ട്യൂഷന് പോവാൻ നേരം വൈകുന്നു, അല്ലെ അത് ഇതെന്നൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ ഇതും കൂടി പറയാം, പീഡനങ്ങൾ പേടിച്ചത് കൊണ്ട് എന്നൊക്കെ അതും പറയാം. പക്ഷെ സ്കൂളിലും കോളേജിലും ഒന്നും അത് പ്രശ്നമല്ല. അപ്പോൾ മദ്രസ തലങ്ങൾ വിദ്യാർത്ഥിനികൾ ഒഴിവാക്കി പോവാം. പക്ഷെ ഈ കുട്ടി പ്രായപൂർത്തിയായ ശേഷം അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ ആ കുട്ടി മദ്രസയിൽ ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെയാണ് പ്രായപൂർത്തിക്ക് മുമ്പേ തന്നെ അവരുടെ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള മസലകൾ ചെറു ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് പഠിക്കേണ്ട പ്രായമാകുമ്പോഴേക്കും കുട്ടി അവിടെ ഉണ്ടാവില്ല, കുട്ടി നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് മദ്രസ തലങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഏതൊരു കാര്യത്തിൻ്റെയും ഫിഖ്ഹ് അറിയൽ നിർബന്ധം. നിസ്കാരവും ഫിഖ്ഹും വലിയ കാര്യമാണ്. നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, അതേക്കുറിച്ചുള്ള ധാരണ നമുക്ക് ഏകദേശമുണ്ട്. ളുഹ നിസ്കരിക്കാറുണ്ട്, അതിന്റെ സമയത്തെക്കുറിച്ച് ധാരണ വേണം. വിത്ർ നിസ്കാരം എങ്ങനെയാവണം, അതിന്റെ സമയത്തെക്കുറിച്ചൊരു ധാരണ വേണം. അത് നിർവഹിക്കേണ്ട രീതി. ചില ആളുകളുണ്ട് നിസ്കാരത്തിൽ അത്തഹിയാത്തിലിരുന്ന് വിരലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബിൽ അത് കറാഹത്താണെന്നാണ്. മദ്ഹബാണ് ഫിഖ്ഹ്, ഫിഖ്ഹാണ് മദ്ഹബ്, മദ്ഹബ് ഹദീസാണ്. ഹദീസുകളിലുള്ള വ്യത്യസ്തതയാണ് 4 മദ്ഹബായത്. മദ്ഹബ് 4ആയത് ഇമാം ഷാഫിഈയെ പോലെയുള്ളവര് ദീനിനെ 4ആയി മുറിച്ചതല്ല. വേഗം അതൊന്നും പറയാം. ഹദീസിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആന്റെ വ്യാഖ്യാനമായാണ് അലാ ഇന്നി ഊതിതുൽ ഖുർആന വമിഥലഹു മഅഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖതീബ് തിബ്രീസി മിഷ്കാത്തിലെ ഹദീസ് പറയുന്നുണ്ട്, എനിക്ക് ഖുർആൻ തന്നിട്ടുണ്ട്, ഖുർആൻ പോലെയുള്ളത് അതിന്റെ കൂടെ തന്നിട്ടുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഖുർആൻ പോലെയുള്ളത് എന്താണ്? മുത്തുനബി സംസാരിച്ചത് മുഴുവനും ഖുർആന്റെ വ്യാഖ്യാനമാണ്. അവിടുന്ന് ജീവിച്ചത് മുഴുവനും ഖുർആന്റെ വ്യാഖ്യാനമാണ്. അവിടുത്തെ മൗനസമ്മതം ഖുർആന്റെ വ്യാഖ്യാനമാണ്. അവിടുത്തെ നടത്തം, ഇരുത്തം, കിടത്തം എല്ലാം ഖുർആന്റെ വ്യാഖ്യാനമാണ്. ഖുർആൻ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആന. അവിടുത്തെ സ്വഭാവം അത് ഖുർആനായിരുന്നു. അവിടുത്തെ ജീവിതം മൊത്തവും ഖുർആനായിരുന്നു. ഖുർആന്റെ വ്യാഖ്യാനം എഴുതിയല്ല കാണിക്കാൻ, പറഞ്ഞല്ല കേൾപ്പിക്കാൻ, ചെയ്തല്ല. അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തവും ഖുർആനാണ്. ഖലഖൽ ഇൻസാൻ വഅല്ലമഹുൽ ബയാൻ. അല്ലാഹു തആല ഖുർആന്റെ വ്യാഖ്യാനമായിട്ട് തന്നെയാണ് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടുള്ളത്. അവിടുത്തെ ജീവിതത്തിൽ ആ പ്രവർത്തനങ്ങളും
വാക്കുകളും ചില സമയത്ത് വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ട്? അനുഷ്ഠാന പദങ്ങളിലെ ഒരു സൗകര്യമാണിത്. ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഗുഹ്യസ്ഥാനം ലിംഗം സ്പർശിച്ചു കഴിഞ്ഞാൽ ഒന്നു മുറിയോ? സ്വഹാബിയോട് നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, അതെങ്ങനെയാ മോനെ, നിന്റെ ശരീരത്തിലുള്ള ഒരു ഭാഗമല്ലേ, അത് തൊട്ടാൽ ഒന്നു മുറിയില്ല എന്ന്. മറ്റൊരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, സ്പർശിച്ചാൽ ഒന്നു മുറിയോ? ഉറപ്പായും മുറിയും, അത് ഗുഹ്യഭാഗമാണ്. ഇതെന്താ മാറ്റി പറഞ്ഞത്? ഇത് രണ്ട് ക്രോഡീകരണങ്ങൾ പിൽക്കാലത്ത് സംഭവിച്ചു. ഒരു മദ്ഹബിൽ മുറിയുമെന്നും ഒരു മദ്ഹബിൽ മുറിയില്ല എന്നും. സക്കാത്ത് നിർബന്ധമായിട്ടുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ ഹദീസിൽ വ്യത്യസ്തതയുണ്ട്. ഈ വ്യത്യസ്തത അള്ളാഹുവിന്റെ അലംഘനീയ തീരുമാനമാണ്. അത് നബിമാരിൽ പോലും ഈ വ്യത്യസ്തത ഉണ്ടായിരുന്നു. വ്യത്യസ്തതയില്ലാത്തത് അള്ളാഹുവിൽ മാത്രമാണ്. അവൻ ഏകന, പക്ഷേ സൃഷ്ടികളിൽ അവൻ കൊടുത്തിരിക്കുന്ന നിയമങ്ങളിലൊക്കെ വ്യത്യസ്തതയുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ച രണ്ട് പ്രവാചകന്മാരെന്ന് മാത്രമല്ല, വാപ്പയും മകനുമാണ്. രണ്ടുപേർക്കും അള്ളാഹു ഹുക്മ് നൽകി എന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിധിക്കാനുള്ള കഴിവും തത്വജ്ഞാനവും രണ്ടാൾക്കും നൽകി. പക്ഷേ ഒരു പ്രശ്നം വന്നോടത്ത് രണ്ടുപേരുടെയും രണ്ട് വിധികൾ വന്നിരുന്നു. അതിൽ ഒരു വിധി അവലംബിക്കപ്പെടേണ്ട രീതിയിലേക്ക് വന്നു. രണ്ടാളും മോശമായിരുന്നില്ല. അപ്പൊ പ്രവാചകന്മാരിൽ പോലും ഒരു കാലഘട്ടത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഹദീസിൽ ധാരാളം കാണാനുണ്ട്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വിത്ർ നിസ്കരിക്കാൻ റസൂലുള്ളാഹി നിർദ്ദേശിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എണീറ്റിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിത്ർ നിസ്കരിക്കാൻ അവിടെ നിർദ്ദേശിച്ചത് ഉറങ്ങുന്നതിന് മുമ്പാണ്. നിസ്കരിച്ച് പൂർത്തീകരിച്ചോളണം. അല്ലെങ്കിൽ അവിടുത്തെ നിർദ്ദേശം എന്നല്ലെങ്കിൽ ഈ രണ്ട് സ്വഹാബികൾ ഈ രീതിയിലാണ് നിസ്കരിച്ചത്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച രൂപത്തിലായിരുന്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തുടർന്ന് പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച രൂപത്തിലായിരുന്നു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ രണ്ട് സ്വഹാബികളെ ഈ രണ്ടുപേരെ നമുക്ക് ഒരു ടീമായി നിർത്താൻ പറ്റും. എങ്ങനെ? ആ ചടുലമായ ഭാവം, ആ ധീരത, വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സ് സയ്യിദന ഉമർ. കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റെന്തപ്പോ കുഴപ്പം? എന്തേ മൂപ്പര് അങ്ങനത്തെ ആളാ? മറ്റേ മൂപ്പര് അങ്ങനെയല്ല, സൂക്ഷ്മതയായി എങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയാലോ, പക്ഷെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ, എന്നാലും സൂക്ഷ്മത. ഇത് രണ്ടും സ്വഹാബി ചെയ്തതാണ്. ഇത് രണ്ടും നമുക്ക് സമഞ്ജസമായി സമ്മേളിപ്പിക്കാം, സമന്വയിപ്പിക്കാം, യോജിപ്പിക്കാം. മദ്ഹബിൽ അതിന് വഴികളുണ്ട്. എന്താ മദ്ഹബ്? മദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസ് കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അത് ഇന്നാവാൻ പാടില്ല. എന്തുകൊണ്ട്? ഖുർആന്റെ വ്യാഖ്യാനമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദിച്ചത്, അവിടുന്ന് സംസാരിച്ചത്, ചെയ്തത്, പറഞ്ഞത്, മൗനസമ്മതങ്ങൾ, ഇതെല്ലാം ഹദീസുകളായി ക്രോഡീകരിക്കപ്പെട്ടതിന്റെ ഏകദേശ ഗ്രന്ഥരൂപങ്ങൾ സമാഹരിച്ചാൽ പരമാവധി ഇന്ന് നമുക്ക് 50,000 ഹദീസ് കിട്ടും. മാക്സിമം പോയ 50,000 ഹദീസ് ആവർത്തനങ്ങളൊക്കെ കൂട്ടിയാലും 50,000 ഹദീസ് കിട്ടും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ ക്രോഡീകരിച്ചതിൽ എണ്ണി തിട്ടപ്പെടുത്തിയത് 10 ലക്ഷമാണ്. 10 ലക്ഷം ഹദീസുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ 10 ലക്ഷം ഹദീസുകൾ ഇന്ന് നമുക്ക് ഗ്രന്ഥരൂപത്തിൽ കാണാനേ ഇല്ല. ഈ 10 ലക്ഷം മനപ്പാഠം ഉണ്ടായിരുന്ന ആളായിരുന്നു മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അബു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അബു ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അവരുടെ കാലഘട്ടത്തിന് ശേഷം അങ്ങനെ 10 ലക്ഷവും കാണാതെ പഠിച്ചവര് ഉണ്ടായിട്ടില്ലാന്നേ പറയാം. വളരെ റയറായി ഉണ്ടായിട്ടുണ്ട്. ഈ 10 ലക്ഷം ഹദീസുകൾ ഖുർആനും കൂടി കൂടുമ്പോൾ എന്താണോ ഗവേഷണം ചെയ്തൊരു മസ്അല കണ്ടെത്താ, അത് മദ്ഹബിൽ ഉണ്ട് ആ മസ്അല. എന്നാൽ ആ മദ്ഹബ് സ്വീകരിക്ക വഴി 10 ലക്ഷം ഹദീസും ഖുർആനുണ്ട്. മദ്ഹബ് തള്ളുക വഴി 10 ലക്ഷത്തിൽ 9,50,000 ഹദീസും തള്ളി എന്നാണ് അതിനർത്ഥം. ഇന്നൊരാൾ മദ്ഹബ് വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ഹദീസ് ക്രോഡീകരിച്ച് മസല കണ്ടെത്താന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ 50,000 തന്നെ കിട്ടില്ല. കിട്ടിയാൽ തന്നെ ആ 50,000 വെച്ച് ഖുർആനും വെച്ച് അവൻ ഗവേഷണം ചെയ്ത ഇമാം ഷാഫിഈയെ പോലെ ഒരിക്കലും ആവൂല. പോയി ഒരുത്തനെ പിടിക്കുമ്പോൾ കരുത്തനെ പിടിക്കാന്നാ പറയാം. മദ്ഹബ് സ്വീകരിക്ക വഴി ഖുർആൻ 50,000 ഹദീസല്ല, 10 ലക്ഷം ഹദീസാ കിട്ടാം. അതാണ് ഫിഖ്ഹ്. 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ 4 അഭിപ്രായം എന്നില്ല. 4 മദ്ഹബിലും മിക്കവാറും എല്ലാം ഒറ്റ അഭിപ്രായം തന്നെ. വളരെ റയറായി 2 അഭിപ്രായം വരും. അപ്പൊ 3 ഇമാമിങ്ങൾ ഒരു ഭാഗത്തും ഒരാൾ ഒറ്റയ്ക്കും, അല്ലെങ്കിൽ 2 ആൾ ഒരു ഭാഗത്ത് 2 ആളപ്പുറത്ത്, അങ്ങനെ വരും. വളരെ വളരെ റയറായി ഒരു ഫിഖ്ഹിൽ ഒരു മസല വന്നതിന്റെ 3 അഭിപ്രായം വരും. അപ്പൊ 2 ആൾ ഒരു ഭാഗത്ത്, 3 ആൾ 3 ആയിട്ട് നിൽക്കും. 2 ആൾ ഒരു ഭാഗത്ത്, 2 ആൾ ഈ 2 ആയിട്ട് നിൽക്കും. അങ്ങനെ 3 അഭിപ്രായം വരാറുണ്ട്. വളരെ റയറായ 4 അഭിപ്രായം വരാറുണ്ട്. ഇതൊക്കെ ഹദീസാണ്. അപ്പൊ കർമ്മങ്ങളോടൊപ്പം
ഫിഖ്ഹ് ചേർന്ന് വരണം. ഫിഖ്ഹ് ചേർന്ന് വരണം. ഹജ്ജിന് പോകുന്നവർക്ക് പ്രധാന സുന്നത്താണ് ഇമാം നബവി ഈലാഹിൽ രേഖപ്പെടുത്തുന്നു, ഒരു കിതാബ് കയ്യിൽ വെക്കൽ. ഇപ്പൊ നമുക്ക് തിരിയുന്ന ഒരു കിതാബ്, ആ പർദക്കടയിൽ നിന്ന് ഹജ്ജിന് പോണേണെന്ന് പറഞ്ഞപ്പോ എന്നാ ഇത് കയ്യിലിരുന്നോട്ടെ ഇത്ത, അവിടെ ചെല്ലുമ്പോ ദുആ ഇറക്കണോട്ടെ. തുറന്നു നോക്കിയപ്പോ ഹജ്ജ് ഉംറ പഠന ക്ലാസ്, ചെറിയ പുസ്തകം കിട്ടും, കയ്യിൽ വെച്ചോ, സുന്നത്ത. ഒരു കർമ്മത്തിന് അതിന്റെ കൂടെ ഫിഖ്ഹ് വേണം, നിർബന്ധം. ഉളുഹിയ്യത്ത് എവിടെയാ ഫിഖ്ഹ്? ഫിഖ്ഹ് കുറെ പോയി. ഫിഖ്ഹ് വലിച്ചെറിഞ്ഞാൽ ദീൻ ഇല്ല. ഫിഖ്ഹ് മദ്ഹബാണ്. മദ്ഹബ് സ്വീകരിക്ക വഴി മുത്തുനബിയുടെ 10 ലക്ഷം ഹദീസും ഖുർആനും സ്വീകരിച്ച പോലെ മദ്ഹബ് തള്ളുക വഴി 10 ലക്ഷത്തിലെ 9.5 ലക്ഷം ഹദീസ് തള്ളിയെന്ന, ബാക്കി 50,000 മൂപ്പര് ഇജ്തിഹാദ് ചെയ്തു എന്നല്ല. ഇന്നിപ്പോ മദ്ഹബിനെ പുച്ഛിക്കുന്നവരുണ്ട്. എന്തുട്ട് മദ്ഹബ്? മദ്ഹബില്ലാതെ എന്ത് ഫിഖ്ഹ്? ഫിഖ്ഹ് തന്നെയാണ് മദ്ഹബ്, മദ്ഹബ് തന്നെയാണ് ഹദീസ്. ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്നാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി പറഞ്ഞത് റളിയല്ലാഹു അൻഹു. ഹദീസ് സ്വഹീഹായി വന്നതുണ്ടോ അതെന്റെ മദ്ഹബിലുണ്ട്, അതാണ് മദ്ഹബ്. എന്താ ഇപ്പൊ ഈ ഹദീസിന്റെ കിതാബൊക്കെ പോയത് കള്ളം കൊണ്ടോയോ? ഹദീസിന്റെ കിതാബുകൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ നഷ്ടം വന്നിരിക്കുന്നത് ഒരു മഹാപണ്ഡിതനും വഫാത്താവലോടുകൂടെ അവിടേക്ക് അതേപോലത്തെ ഒരു പണ്ഡിതൻ വരുന്നില്ല എന്നതാണ്. ഒരു ഇമാം ഷാഫിഈ വഫാത്തായപ്പോ അതുപോലത്തെ ഒരാൾ അതിനുശേഷം വന്നിട്ടില്ല. അവരൊന്നും ചില്ലറക്കാരല്ല. ആലിമു ഖുറശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട് എന്റെ കാലശേഷം, ഭൂമണ്ഡലം മുഴുവനും ഇൽമു കൊണ്ട് അദ്ദേഹം നിറയ്ക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം ഷാഫിഈയുടെ പ്രധാന ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ രേഖപ്പെടുത്തി. അതെന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇമാം ഷാഫിഈയെ കുറിച്ചായിരിക്കും അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 100-200 കൊല്ലം മുമ്പ് പറഞ്ഞത്. ചെറിയ ആളുകളൊന്നുമല്ലവര്, വലിയ ഫഖീഹുമാരായിരുന്നു. ഹദീസില് ഹബീബായ നബി തങ്ങളുടെ സൂചനകൾ ഉണ്ടായിരുന്നു. 4000 സ്വഹാബികൾ ദഅവത്ത് നടത്തിയ കൂഫ, ആ സ്വഹാബികളിലെ 70 പേരുടെ ശിഷ്യനാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ തങ്ങള് ഒരു നട്ടുച്ച നേരത്ത് ഇത് രാത്രിയാണെന്ന് പറഞ്ഞ അത് തിരുത്താൻ ഒരാൾക്കും കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇൽമു കൊണ്ട് നട്ടുച്ച നേരം വെയിൽ ഉദിച്ചു നിൽക്കുന്ന ആ സമയത്ത് ആ പ്രകാശത്തെ മഹാനവറുകൾ ഇത് രാത്രിയാണ്, രാത്രി ഇങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞ അത് തിരുത്തിയിട്ടതല്ല എന്ന് പറയാൻ കഴിവുള്ള ഒരാളുണ്ടായില്ലെന്നാ. ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുമല്ല. നീ അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ പോലെ തിരുത്താൻ കഴിയില്ല, കാരണം അത്രയും വലിയ പണ്ഡിതായിരുന്നു. അവർക്ക് അത്രയും പാണ്ഡിത്യമായിരുന്നു. അങ്ങനെയുള്ള മഹാന്മാര് പറഞ്ഞതാണ് ഫിഖ്ഹ്, അത് ഹദീസ് തന്നെയാണ്. നിങ്ങളോട് ഇതൊന്നും പറയേണ്ടതില്ല, എന്നാലും പറഞ്ഞതാ. ഒരു കർമ്മത്തിൽ കർമ്മശാസ്ത്രമുണ്ട്, അത് ചെയ്യേണ്ടത് എങ്ങനെ എന്നുണ്ട്. ഖുർആൻ നോക്കിയിട്ട് ഒരാൾ 5 നേരം നിസ്കരിക്കാൻ പോയി, ആ ആളെ കണ്ടിട്ടില്ല ഇതുവരെ. ഖുർആൻ നോക്കിയിട്ട് 5 വഖത്ത് നിസ്കരിക്കാൻ പോയാൽ കാണില്ല. എന്തുകൊണ്ട്? അങ്ങനെ നോക്കിയാൽ കണ്ടുകൊള്ളുന്നില്ല. നിസ്കാരത്തിന്റെ ഫർദ് 14, ഖുർആൻ നോക്കിയാൽ കാണൂല. ഹബീബായ നബി തങ്ങൾ 5 വഖത്ത് നിസ്കരിച്ചിരുന്നു എന്നതിൽ തർക്കമില്ലല്ലോ. പക്ഷെ അത് ഖുർആനിൽ നോക്കിയാൽ കാണോ? ഇല്ല. ഖുർആനിൽ നോക്കിയാൽ കാണില്ല, നമ്മൾ നോക്കിയാൽ കാണില്ല. ഉണ്ടാവും. അത് നോക്കേണ്ടവർ നോക്കണം, അതിനുള്ള കഴിവുള്ളവർ നോക്കണം. ആ മഹാപണ്ഡിതന്മാരായിരുന്നു. പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിമിതപ്പെട്ടു പോകും. മഹാപ്രതിഭാശാലികളായിരുന്നു ഇമാമുന ശാഫിഈയെ പോലെ ഉള്ളവർ. അവരുടെ കാലം, ആ 4 പേരുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അതുപോലത്തെ ഒരാളെ അല്ലാഹ് പടച്ചിട്ടില്ല എന്നാ. അത്രയും വലിയ ആളുകൾ. ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും വലിയ നഷ്ടം വന്നത് ഒരു പണ്ഡിതൻ ഇവിടെ നിന്ന് അസ്തമിച്ചാൽ ആ പണ്ഡിതന്റെ സ്ഥാനം, ആ വിടവ് തീർക്കാൻ പറ്റിയ മറ്റൊരാളെ കാണാൻ കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ മാത്രം ലോകത്തിന്റെ നിയമം അങ്ങനെയാണ്. ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല കാലത്തോട് കാലം അടുക്കാതെ എന്ന് പുണ്യ നബി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം യതഖാറബുസ് സമാൻ. ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോ മനുഷ്യർക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിന്റെ പ്രധാന അടയാളം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമുള്ളതാ. എന്തേ സ്ഥാനം കണ്ടില്ലല്ലോ, സമയം കിട്ടിയില്ല എന്ന് പറയുന്നു. അത് കിട്ടാനിട്ടാണ് ഈ കിട്ടിയില്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? എന്റെ സമയത്തെ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെ മനുഷ്യന്റെ കഴിവ് കാലക്രമേണ നഷ്ടപ്പെട്ടു. അത് നമ്മുടെ വിവേകത്തിൽ വന്ന ഒരു കുറവാണത്.
സമയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ സമയം കിട്ടുന്നില്ല നമ്മൾ പറഞ്ഞു പോകും. നമ്മുടെ ബുദ്ധിപരമായ ഒരു കുറവാണത്, വിവേകപരമായ ഒരു കുറവാണ്. അതുപോലെ തന്നെ പലതും കുറവ് വന്നിട്ടുണ്ട്. ആരോഗ്യരംഗം കുറവുണ്ട്. പണ്ട് പനന്റെ മോളിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ആ പൊടി അങ്ങോട്ട് തട്ടിക്കളഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവും. ഇന്ന് സൈക്കിളിൽ നിന്ന് വീണ ആസ്റ്ററി കൊണ്ടുപോകണം. അങ്ങനെയാണ്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞതിന്റെ കാരണം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്തേ? ഒന്ന് ഇരിക്കക്കുത്താലെ വീണുപോയതാണേ. അപ്പൊ എല്ലാ രംഗത്തും നമുക്ക് വീഴ്ച വന്ന പോലെ വീഴ്ച വന്ന ഒരു രംഗമാണ്. നമുക്ക് കാര്യങ്ങളും ടൈമിൽ മാനേജ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്കത് നിർബന്ധമാണ്, ടൈമിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകണം. ഒരു വീട്ടിലേക്ക് ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾ പൊതുവെ അലസതയല്ല. കാരണം എന്താ? യാത്രക്ക് പോകാനുള്ള തിരക്കിൽ സഹോദരിമാര് പാത്രം കഴുകാൻ മറന്നുപോയിട്ടുണ്ടാവും. മറന്നുപോലെ അവർക്ക് നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അവര് പാത്രം കഴുകാൻ നിന്നാ പൗഡർ ഇടാൻ പറ്റില്ല. പൗഡർ ഇടാൻ പോയപ്പോ പാത്രം കഴുകാൻ പറ്റില്ല. പൗഡറൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വന്നപ്പോ ഇനിയിപ്പോ കുറെ നിസ്കാരം കഥാ വിട്ടാനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ പാത്രമൊക്കെ കഴുകണമല്ലോ, പഠിച്ചവനെ തുണി മടക്കി വെച്ചിട്ടില്ലല്ലോ, കുറേ കാര്യങ്ങളുണ്ട്. നേരം വെളുത്ത് സുബഹിക്ക് തന്നെ എണീക്കണം. കാരണം ആദ്യത്തെ തന്നെ അരി ഇട്ടാലാണ് രാവിലെ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇക്കാക്ക് ചോറ് കൊണ്ടുപോകാൻ. പിന്നെ ഒരു ടൈമിലേക്ക് നിർബന്ധം പൂർവ്വം എത്തിപ്പെടാണ്. അതിന് ഇസ്ലാം ഒരു ഘടികാരം വെച്ചു, സുബഹിക്ക് തന്നെ എണീക്കണമല്ലോ എന്നത്. 5 വഖത്ത് നിസ്കാരത്തെ 5ആയി ക്രമീകരിച്ചത് നമ്മുടെ 5 സൗകര്യങ്ങളിൽ നമുക്കൊന്ന് നമ്മെ തന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഖിയാമത്ത് നാളിന്റെ പ്രധാന അടയാളം ടൈം മാനേജ്മെന്റ് നഷ്ടപ്പെടും, സമയം കിട്ടുന്നില്ല എന്ന് ജനങ്ങൾ പറയും. ഇൽമ് ഇവിടുന്ന് പിടിക്കപ്പെടും. അതെങ്ങനെയാ? അല്ലാഹു തആല ഒറ്റടിക്ക് ഇവിടുന്ന് ഇൽമ് പിടിച്ചുകൊണ്ട് പോവല്ല ചെയ്യാ. ഇൽമൊക്കെ ആളുകൾക്ക് മറവി കൊടുക്കലല്ല ചെയ്യാ. സ്വഹീഹ് മുസ്ലിം ബിഖബ്ദിൽ ഉലമാ, മഹാനായ ഒരു പണ്ഡിതൻ വഫാത്താവല. അങ്ങനെ പണ്ഡിതന്മാരുടെ വഫാത്തോടുകൂടെ ഇവിടെ നിന്ന് ഇൽമുകൾ കുറെ നഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ ഇൽമ് നഷ്ടപ്പെട്ടത് പണ്ഡിതന്മാരുടെ വഫാത്തോടൊപ്പം തന്നെ എന്ന് പറയുന്ന പോലെ പിന്നെ ഇൽമ് നഷ്ടപ്പെട്ടത് നമ്മുടെ ഗ്രന്ഥങ്ങൾ കുറെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ കുറെ നശിപ്പിച്ചിട്ടുണ്ട്. ഈ സമൂഹം എന്നും വെല്ലുവിളിയുടെ ഇടയിലൂടെ ജീവിച്ചു വന്ന സമൂഹം. ഇസ്ലാമിക സമൂഹം വെല്ലുവിളികളുടെ ഇടയിലൂടെ ജീവിച്ചു പോന്ന സമൂഹം. മംഗോളിയൻ രാജാവായിരുന്ന തൈമൂർ ബഗ്ദാദ് ആക്രമിച്ച ഒരു ചരിത്രമുണ്ട്. തൈമൂർ ചക്രവർത്തി ബഗ്ദാദ് ആക്രമിച്ചു. ബഗ്ദാദ് എന്ന് പറഞ്ഞ ഇൽമിന്റെ വലിയ ഒരു ഗോഡൌൺ ആണ്. ബഗ്ദാദിലാണ് മഹാന്മാരായ ഒരുപാട് പ്രതിഭകളായ പണ്ഡിതന്മാർ വന്നത്. ബഗ്ദാദ്, ഇറാഖിന്റെ ബഗ്ദാദ്. ആദ്യത്തെ ശറഅ് സമാരംഭം ബഗ്ദാദിലാണ്, മക്കയിലല്ല. ശറഇന്റെ ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബിയാണ് അലൈഹിസ്സലാം. എവിടെയാ നൂഹ് നബിയുടെ നാട്? വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. നൂഹ് നബിയുടെ നാട് എവിടെയാ? സൈത്ത് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബഗ്ദാദാ, അല്ലെങ്കിൽ ഇറാഖാണ്. തൈമൂർ ചക്രവർത്തി ബഗ്ദാദ് ആക്രമിച്ചു. ഗ്രന്ഥശാലകളിൽ നിന്നും, ഇസ്ലാമിക ഗ്രന്ഥശാലകളിൽ നിന്നും കിതാബുകൾ, കയ്യെഴുത്ത് പ്രതികൾ കൊണ്ടുവന്നിട്ട് യൂഫ്രട്ടീസ് നദിയുടെ കുറുകെ പാലമങ്ങിട്ടു. അന്ന് കണ്ണീരിന് സമാനമായ തെളിഞ്ഞ വെള്ളം, യൂഫ്രട്ടീസിന്റെ തെളിഞ്ഞ വെള്ളം കറുത്ത നിറത്തിലായി പോയി. ഈ കയ്യർ എഴുത്ത് പ്രതികളുടെ ലിപികൾ മുഴുവനും വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചെന്നതോടുകൂടെ വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞിട്ട് ആ കിതാബുകളുടെ മുകളിൽ കിതാബ് കൊണ്ട് പാലോട്ടുന്ന, അതിന്റെ മുകളിലൂടെ അയാളുടെ കുതിര ഓടിച്ചു. As long as the Egyptians got this book with them, we will not enjoy quiet and peace in that land എന്നാണ് ബ്രിട്ടീഷ് അധോസഭയെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഗ്ലാഡ്സ്റ്റോൺ പ്രഖ്യാപിച്ചു. ഈജിപ്തുകാരെ കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ കണ്ടെത്തിയ വഴി ഖുർആനിക കോപ്പികൾ മുഴുവനും നശിപ്പിക്കണം. ഇങ്ങനെ ഗ്രന്ഥങ്ങൾ നശിപ്പിക്കൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഇസ്രായേലി സമൂഹത്തിന്റെ നരമേധം. എത്രയെത്ര പട്ടണങ്ങൾ തച്ചു തകർത്തു, എത്രയെത്ര പള്ളികൾ, എത്രയെത്ര ദർസുകൾ, എത്രയെത്ര കോളേജുകൾ. ഒരു സമൂഹത്തിന്റെ പ്രധാന കെട്ടുറപ്പ് വിദ്യാർത്ഥികളെ നശിപ്പിക്കലല്ലേ? വിദ്യാർത്ഥികളെ നശിപ്പിച്ചു. വളർന്നു വരുന്ന ഒരു കുഞ്ഞുമിഞ്ഞി പഠിച്ചു വരാൻ പാടില്ല. അവരെ ഇൽമിന്റെ നാശമാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എന്തിനാ ഈ നിരപരാധികളെ, ഹമാസിന്റെ പോരാളികളെ നശിപ്പിക്കുന്നതിന് പകരം അവരുടെ മക്കളെയും പേരമക്കളെയൊക്കെ കൊന്നത്? വിദ്യാർത്ഥികൾ, ഇനി ഇവിടെ ഒരു വിദ്യാലയം വേണ്ട, പ്രായമായവരെന്തായാലും പഠിക്കാൻ പോകില്ലല്ലോ. ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വം ആസൂത്രിതമായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ നമുക്ക് ഇൽമു വേണം, ഇൽമു പഠിച്ചേ പറ്റൂ. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു എവിടെ എന്ന് തേടി പോവൽ മുസ്ലിമായ ആണിനും മുസ്ലിമായ പെണ്ണിനും നിർബന്ധം എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. ചൈനയിലേക്ക് യാത്ര ദുർഘടമായിരുന്ന കാലഘട്ടത്തിൽ പറയാ, ചൈനയിൽ ഇന്ന് നമ്മളും പോയിട്ടില്ല കേട്ടോ. ചൈനയിൽ പോകുന്ന ഒരാൾ, എനിക്കൊരു സുഹൃത്തുണ്ട്, സ്ഥിരം ചൈനയിൽ പോകുന്ന ഒരാളുണ്ട്. ചൈനയിൽ പോയാൽ ഇൽമു കിട്ടുമെന്നൊരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ അവിടെങ്കിലും നിങ്ങൾ പോണം എന്ന് പുണ്യ നബി. ചൈനയിൽ പോയാലാണ് ഇൽമു കിട്ടൂ എന്നൊരവസ്ഥയാണുള്ളെങ്കിൽ ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ ഇൽമു തേടണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു പഠിച്ചേ പറ്റൂ. ഇൽമു യൂട്യൂബിൽ കാണുന്ന വഅദ് മാത്രമല്ല, വേണ്ടെന്ന് പറയുന്നില്ല. ഫിഖ് ഉണ്ട്, ഫിഖ്ഹിന് കർമ്മശാസ്ത്രം ഒരു 10 കിതാബിന്റെ മലയാള പരിഭാഷ മേടിക്കാം, അല്ലെങ്കിൽ ഒരു ഫത്ഹുൽ മുഈന്റെ മലയാള പരിഭാഷ, ഖുർആൻ പരിഭാഷ വായിക്കലവിടെ വെക്ക്, വേണ്ടെന്ന് പറയുന്നില്ല. ഖുർആൻ പരിഭാഷ വായിക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം കിട്ടാം. അതിലേറെ ചെയ്യേണ്ട കാര്യങ്ങളുടെ കർമ്മശാസ്ത്രത്തിന്റെ കൃത്യമായ വിധി മദ്ഹബ് അടിസ്ഥാനമായിട്ടുള്ള കർമ്മശാസ്ത്ര പരിഭാഷ ഗ്രന്ഥമാണ് വേണ്ടത്. മദ്ഹബ് അടിസ്ഥാനമായിട്ടുള്ളത്. മദ്ഹബ് വേണ്ട എന്ന് പറഞ്ഞവരുടേത് വേണ്ടേ വേണ്ട, അത് വ്യാജമാണ്. മദ്ഹബ് ഇമാം ഷാഫിഈയെ പോലുള്ളവർ വ്യാഖ്യാനിച്ചത്, അവര് ഹദീസ് വെച്ച് വ്യാഖ്യാനിച്ച പരിഭാഷകൾ സംഘടിപ്പിക്കാവുന്നതാണ്. നല്ല നല്ല വാട്സാപ്പ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയോ? ഭാര്യയോട് ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കടമ, ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട ഒന്നാമത്തെ കടമ പറഞ്ഞ പലരും ഇടങ്ങാറാവും, ഞാനും ഇടങ്ങാറാവും. എന്താ ഒന്നാമത്തെ കടമ? 5 പവൻ്റെത് 6 പവനാക്കി കൊടുക്കുക, അതാണോ? അല്ല. അവിടെ ടൂറ് പോവലാണോ? അല്ല. അവൾ ആവശ്യപ്പെടുമ്പോ അവളുടെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ കൊണ്ടുപോകലാണോ? അല്ല. ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട ഒന്നാമത്തെ കടമ ഫിഖ്ഹ് പഠിപ്പിക്കല. അത് ശരി, മൂപ്പർക്കറിയില്ലേ? നിസ്കാരത്തിന്റെ നിയമങ്ങൾ, പീരീഡ്സിന്റെ നേരത്ത് എന്താണ് വേണ്ടത്, ഇറച്ചി കഴുകാൻ നജസ് കളയണമല്ലോ, അതേക്കുറിച്ചുള്ള മസലകൾ, മീൻ വെട്ടി വന്ന ആ മാക്സിയിൽ അതിന്റെ നജസായ വെള്ളത്തിൽ തെറിച്ചാൽ അതിവിടെ എന്ത് ചെയ്യണം, വീടിന്റെ അകത്ത് കുട്ടി മൂത്രമൊഴിച്ചു ആ മൂത്രം എങ്ങനെ ശുദ്ധിയാക്കണം, അതങ്ങ് തുറച്ചു കളഞ്ഞിട്ട് ഒരു നനഞ്ഞ തുണിയാണ് കൊടുത്തിട്ട് പെര മുഴുവൻ അതങ്ങോട്ട് പരത്തി വെക്കും. ആരും അങ്ങനെ ചെയ്യണമെന്നല്ല, ആകെ ഇബ്ലീസ് അലുവക്കട കയറിയ മാതിരിയാവും. എല്ലാ സ്ഥലത്തും അവിടെ പരത്തി വെക്കുക. അത് നമുക്കറിയാത്ത മസാല. അതാ നോക്കുമ്പോൾ മൂത്രം കാണാറില്ല, അങ്ങനെയല്ല. ഒരു കുട്ടി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഉണങ്ങിയ തുണി കൊണ്ടുവന്നിട്ട് അത് മൂത്രം അതിന്റെ അയിനും നജസും കൂടെ ഒപ്പിയെടുക്കണം മൊത്തം, എന്നിട്ട് ഡ്രൈ ആക്കണം, എവിടെയും ചാടരുതേ. അത് കഴിഞ്ഞിട്ട് ഒരു തുണി കൊണ്ടുവന്നിട്ട് അതിന്റെ എല്ലാ ഭാഗവും ഒന്നും കൂടി തുടച്ചെടുക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ വെള്ളം, ശുദ്ധമായ തഹൂറായ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ നന്നായി അത് കവർ ചെയ്യുന്ന രീതിയിൽ തളിക്കണം. എന്നിട്ട് മറ്റൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് അത് മൊത്തം കൊണ്ട് വലിച്ചെടുക്കണം. അങ്ങനെയുണ്ട്. അല്ലാതെ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് ഈ അറ്റത്തു നിന്ന് ആ അറ്റത്തേക്ക് ഇങ്ങനെ തുടച്ച് എല്ലാ സ്ഥലത്തും, എന്നിട്ട് ചെരുപ്പിടാതെ നടക്കുകയും ചെയ്യും. വീടിന്റെ അകത്ത് ചെരുപ്പിട്ട് നടക്കുന്ന ശീലത്തെക്കാളും വീടിന്റെ അകത്ത് ചെരുപ്പിടാതെയും എവിടെയും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു തൊഹാറത്ത്, അത് വർക്ക് ഏരിയയിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ മുസലിട്ട് നിസ്കരിക്കണം. ഫിഖ്ഹാണ്. ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കല ഭർത്താവിന്റെ ആദ്യത്തെ ബാധ്യത. അത് വളരെ ശാസ്ത്രീയമായാണ് ആ തത്വം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? ഒരു സ്ത്രീയോട് അവളുടെ ഉമ്മയോ അല്ലെങ്കിൽ വാപ്പയോ ആങ്ങളയോ ഗുരുനാഥനോ സംസാരിക്കുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. നേരെ മറിച്ച് ലിമിറ്റ് വിട്ടപ്പുറത്തേക്ക് അവളുടെ ശാരീരികമായ ആവശ്യങ്ങളിൽ സംസാരിക്കാനുള്ള അവകാശവും അതിനുള്ള യോഗ്യതയുള്ള ഭർത്താവിനുള്ളത്. ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഫിഖ്ഹ് ഭർത്താവിന് അറിയാമെങ്കിൽ ആ ഫിഖ്ഹ് അറിയുന്ന ഭർത്താവ് ഭാര്യക്ക് അത് പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. ഭാര്യക്ക് ഫിഖ്ഹ് പഠിപ്പിക്കൽ ഭർത്താവിന് നിർബന്ധമാ. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യണം? ഫിഖ്ഹ് പഠിക്കണം. ഫിഖ്ഹ് പഠിക്കണം. ഇങ്ങനെയാണ് മസല കുടുംബങ്ങളിലെത്താം. മഹ്ദിയായ ഉമ്മു സലമയോട് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഹബീബിനെ വിവാഹം കഴിച്ച് ഹബീബിന്റെ ഭാര്യയായിട്ട് ഉമ്മു സലമ പിന്നീട് വരുന്നുണ്ട്. അതിന്റെയൊക്കെ മുമ്പ് സ്വഹാബിയായ അബൂ സലമ പോയി ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുത്തതായിട്ട് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ട്.
ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഭാര്യക്ക് പ്രവാചക സദസ്സിൽ നിന്നും കേട്ട അറിവ് അവിടെ പോയി പകർന്നു കൊടുത്തതായി ഹദീസിലുണ്ട്. ഷുഅബുൽ ഈമാനിലും മറ്റുമൊക്കെ കാണാം, തൊബറാനിയിലൊക്കെ ഉണ്ട്. അങ്ങനെ പല സ്വഹാബികളും പ്രവാചക പത്നിമാരായ സ്വഹാബി വനിതകൾക്ക് ഇൽമ് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. പെണ്ണിന് ഫിഖ്ഹ് വേണം, അങ്ങനെ ഫിഖ്ഹ് അറിയാവുന്ന ഒരു പെണ്ണും ഉണ്ടായിരുന്നു, മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഫിഖ്ഹ് അറിയാവുന്ന, ഇത്രയും വലിയ ഫിഖ്ഹ് അറിയാവുന്ന എത്രയോ സ്വഹാബികൾക്ക് സംശയം തീർത്തു കൊടുത്ത പണ്ഡിതയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഇമാം ശാഫിഈ എന്ന ഒരു വലിയ പ്രതിഭയെ കുറിച്ച് നമ്മൾ കുറെ മുമ്പ് പറഞ്ഞിരുന്നു, അല്ലെ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അമൽ കൊണ്ടും ഇൽമു കൊണ്ടും തന്നോളം നിൽക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടം ഇനി അതിനേശമില്ല. അങ്ങനത്തെ ആ പ്രതിഭ സംശയ നിവാരണത്തിന് ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ പെണ്ണാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഇമാം ശാഫിഈക്ക് സംശയം തീർത്തു കൊടുക്കുമായിരുന്നു. പെണ്ണിന് വിവരം ഉണ്ടാവണം. ഒരു പണ്ഡിതൻ പകലിനെ നോക്കി നട്ടുച്ചയെ നോക്കി ഇത് രാമാണെന്ന് പറഞ്ഞാൽ തിരുത്താൻ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് മദ്ഹബിന്റെ അയിമ്മത്ത് തന്നെ പറഞ്ഞിരുന്ന അബൂ ഹനീഫത്തുൽ കുഫി എന്ന സ്വഹാബികളുടെ ശിഷ്യനായ മഹാപണ്ഡിതൻ അബൂ ഹനീഫ ഇമാം. അബൂ ഹനീഫ, ഹനീഫ എന്ന് മോളുടെ പേരാ, ഹനീഫയുടെ വാപ്പാന്ന. ഹനീഫ് എന്നത് ആണിന്റെ പേരും ഹനീഫ പെണ്ണിന്റെ പേരുമാണ്. നമ്മുടെ നാട്ടിൽ രണ്ടും തിരിഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഷെരീഫ് ഷെരീഫ അങ്ങനെയാണല്ലോ. മുലപ്പാൽ, ആൺകുട്ടിയെ പ്രസവിച്ച പെണ്ണിന്റെ മുലപ്പാലിന് കട്ടി കൂടുതലാ, പെൺകുട്ടിയെ പ്രസവിച്ച പെണ്ണിന്റെ മുലപ്പാലിന് കട്ടി കുറവാ. വാപ്പാക്ക് ആ മസല അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആ നിയമം അറിയില്ലായിരുന്നു. ഒരു പെണ്ണ് ആൺകുട്ടിയെ പ്രസവിച്ചു. ഒരു ഇരുട്ട് റൂമിൽ ഒരു പെണ്ണൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതേ ഇരുട്ട് റൂമിൽ ഒരു പെൺകുട്ടിയെയും പ്രസവിച്ചു. കുട്ടികളെ തമ്മില് പ്രസവിക്കാന്ന് പറഞ്ഞ കയ്യിലേക്കല്ലല്ലോ, അത് താഴെ വീഴല്ലേ. എങ്ങനെയോ കുട്ടികൾ മാറിപ്പോയി, തർക്കായി. ആൺകുട്ടി പെൺകുട്ടിയുടെ ഉമ്മയുടേതാണെന്നും പെൺകുട്ടി ആൺകുട്ടിയുടെ ഉമ്മയുടേതാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഒരു തർക്കം, അഭിപ്രായ വ്യത്യാസം. മസല തീരുമാനിക്കണം, വിധി പറയണം. അപ്പോഴുണ്ട് ഇതിന് വിധി പറയാൻ ഈ ലോക പണ്ഡിതന് സ്വഹാബികളുടെ ശിഷ്യനായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹുവിന് വിധി പറയാൻ മകളുടെ സഹായം വേണ്ടി വന്നു. ആണിനെ പ്രസവിച്ചാലും പെണ്ണിനെ പ്രസവിച്ചാലും ഇരുവരുടെയും മാറിടത്തിൽ നിന്നും മുലപ്പാൽ കറന്നെടുത്തിട്ട് ഇരുവരുടെയും തലയിൽ പേൻ ഉണ്ടിയെങ്കിൽ ആ പേനിനെ ആ മുലപ്പാലിലിട്ടാൽ നടുവിലിടണം. പേൻ നീന്തി അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത് ഏത് മുലപ്പാലിന്റെ ഉടമയായ പെണ്ണാണോ ആ പെണ്ണിൻ്റെതാണ് പെൺകുട്ടി. പേൻ നീന്തി നടുവിൽ നിന്നും ആ പാത്രത്തിന്റെ അരികിലേക്ക് നീന്തി പേൻ എന്ന് പറഞ്ഞ കേട്ടിട്ട് മനസ്സിലായില്ലേ? അല്ലാ, അതൊരു സംഭവ. പേൻ നീന്തി കടന്ന് അപ്പുറത്തേക്ക് കൊഴുപ്പുള്ള പാലിൽ പോവില്ല. അതങ്ങനെ ചുറ്റി എറണാകുളം വൈറ്റിലെ ഓട്ടോറിക്ഷ ഓടണ മാതിരി അവിടെ അങ്ങനെ ചുറ്റി അവിടെ തന്നെ അതിന്റെ പരിപാടി തീരെ ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ അരികിലേക്ക് നീങ്ങും. അങ്ങനെയാണ് അതിന്റെ വ്യത്യാസമെന്ന് വാപ്പാക്ക് മോള് പഠിപ്പിച്ചു കൊടുത്തു. ആ വാപ്പ ആ മോളുടെ പേരിൽ അറിയണമെന്ന് മോള് വാപ്പയോട് ആഗ്രഹവും പറഞ്ഞു. എൻ്റെ പേരിൽ വാപ്പ അറിയണം ലോകത്ത്. എൻ്റെ വാപ്പ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്നത് വേറൊരു പേരില്ല. എൻ്റെ വാപ്പ ഇന്നു മുതൽ എൻ്റെ പേരിലേ അറിയാവൂ. അന്ന് ഹനീഫത്ത് എന്ന ആ മോളുടെ വാപ്പ എന്നറിഞ്ഞു. ആ മഹാനാണ് അബൂ ഹനീഫത്തുൽ കുഫി